MA ബേബി CPM ജനറൽ സെക്രട്ടറി ആവുകയാണ്. ശുപാർശ PB അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അല്പസമയത്തിനകം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വോട്ടെടുപ്പുണ്ടാകില്ല, ബംഗാൾ ഘടകം വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും ഒടുവിലായി. അഖിലേന്ത്യാ തലത്തിൽ വൃന്ദ കാരാട്ടിനോ മറ്റോ ഒരു ഇളവ് നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ മണിക് സർക്കാരിനോ മറ്റോ ഇളവ് നൽകിക്കൊണ്ട് ഈ സ്ഥാനത്ത് കൊണ്ടുവരണം എന്നുള്ള ഒരു ആശയം ചില കേരള നേതാക്കൾക്കെങ്കിലും ഉണ്ടായിരുന്നു. CPM-ന്റെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ നേതാവാണ് പിണറായി എന്നുള്ളത് നിങ്ങൾക്കറിയോ? ഇല്ല, അദ്ദേഹം CPM-ന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവാണ് പിണറായി വിജയൻ എന്ന് എനിക്കറിയില്ല. അറിയണല്ലോ. അതിനേക്കാൾ വലിയ നേതാക്കൾ ഇപ്പോഴും CPM-ലെ ഏറ്റവും വലിയ നേതാവെന്നാണ് താങ്കൾ ഉപയോഗിച്ചത്. അതിനേക്കാൾ CPM-ന്റെ സ്ഥാപക നേതാക്കൾ കേരളത്തിലടക്കം, സ്ഥാപക നേതാവ് കേരളത്തിലടക്കം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പിണറായി വിജയന് പോളിറ്റ് ബ്യൂറോയിൽ ഇളവ് നൽകാനുള്ള ശുപാർശയും അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിണറായി പോളിറ്റ് ബ്യൂറോയിൽ തുടരും. കേരളത്തിൽ നിന്ന് പുതുതായി ആരെയും പോളിറ്റ് ബ്യൂറോയിൽ കൊണ്ടുവരേണ്ട എന്നതാണ് ധാരണ. എന്തായാലും CPM-നെ നയിക്കാൻ ഒരു മലയാളി എത്തുന്നു. EMS-ന് ശേഷം ഒരു മലയാളി കേരള ഘടകത്തിൽ നിന്ന് എത്തുന്നു എന്നതാണ്. MA ബേബി CPM-നെ നയിക്കാൻ എത്തുന്നു എന്നതാണ് തീർച്ചയായിട്ടും ഈ മധുരൈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേന്ദ്ര കമ്മിറ്റിയിലെ സീനിയോറിറ്റിയാണ് യഥാർത്ഥത്തിൽ MA ബേബിക്ക് ഈ ഒരു സ്ഥാനത്തേക്ക് വരാൻ സഹായകരമായത്. ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും സീനിയറായ പാർട്ടി നേതാവാണ് സഖാവ് പിണറായി. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും സീനിയറായ പാർട്ടി നേതാവാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും PB അംഗവുമായ സഖാവ് പിണറായി വിജയൻ. അതാ ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അത്ര പറഞ്ഞിരുന്നാൽ മതി. അതിനേക്കാളും സീനിയറായിട്ടുള്ളതും അതിനേക്കാളും പ്രധാനപ്പെട്ടതുമായ ഒരു നേതാവിനെ സംബന്ധിച്ച് ഇപ്പം പറയാൻ സാധിക്കില്ല. അത് മുഖ്യമന്ത്രിയുടെ ദൈർഘ്യം കൂടുതലല്ലോ ഞാൻ പറഞ്ഞത്, ഞാൻ പാർട്ടിയാണ് പറഞ്ഞത്. നിങ്ങൾ കൂടുതൽ മുഖ്യമന്ത്രിനെ പറ്റി ആലോചിക്കുക. മതി, ഇപ്പൊ നേതൃത്വത്തിലാണുള്ളത്. പിന്നെന്താ ഇനി വരാനുള്ള ഒരു കാര്യം എന്താ? ഇപ്പം നേതൃത്വം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗമായിട്ടാണല്ലോ പിണറായി ഉള്ളത്. മനസ്സിലായില്ലേ ഇതുവരെ? മനസ്സിലായില്ലേ? അത് ധനമന്ത്രി അടക്കം കാണാൻ വരുന്നത്. അല്ല, അതൊന്നും ഞാൻ അങ്ങനെ വലുതും ചെറുതൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല, മാതൃഭൂമിയല്ലേ? പഠിക്കണം ആദ്യം. സംഘടനാപരമായ ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യം എന്ത് പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തണം കേട്ടോ. അല്ലാതെ ഇടക്കിങ്ങനെ വന്ന് എന്തെങ്കിലും തോന്നുന്ന പോലെ ഒന്നും ചോദിച്ചാൽ പോരാ. ചോദ്യം ഗൗരവമുള്ളതാവണം. പ്രത്യേകിച്ച് ഡൽഹിയിൽ ഈ ഡൽഹിയിലുള്ള പത്രപ്രവർത്തകരൊക്കെ നല്ല ഗൗരവമുള്ള ചോദ്യവും അതിന് കൃത്യമായ മറുപടിയും ഉണ്ടാവണം. യഥാർത്ഥത്തിൽ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കുക, എന്നിട്ട് ആവശ്യമില്ലാതെ ഉത്തരം പറയിപ്പിക്കുക. ഇതാ നിങ്ങൾ